അല്ലാഹുവിൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബ, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം മരണപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ മരണപ്പെട്ടു പോയാൽ അല്ലാഹു അവന് കൊടുക്കുന്ന സന്തോഷം എന്തെന്നറിയോ? പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാമി മുസ്ലിമി യമൂതു യൗമൽ ജുമുഅ ഔ ലൈലത്തുൽ ജുമുഅത്തി ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തൽ ഖബ്രി. അവനെ കൊണ്ടുവയ്ക്കുന്ന ഖബറുണ്ടല്ലോ, 3 കഷ്ണം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് അവനെ കൊണ്ടുവയ്ക്കുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ ഫിത്നയിൽ നിന്ന് അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വെള്ളിയാഴ്ച ദിവസം മരണപ്പെടാൻ കൊതിക്കണം പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ മരണപ്പെടാൻ ആഗ്രഹിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അങ്ങനെ മരണപ്പെടുന്നവരെ അവർക്ക് ഖബറിന്റെ അകത്ത് ശിക്ഷയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഖബറിന്റെ ഫിത്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഖബറിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവേ, ആ ഖബറിന്റെ അകത്ത് മാലാഖമാര് വരുമല്ലോ, നിന്നെ വിചാരണ നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മാലാഖമാര് നിന്റെ ഖബറിലേക്ക് വരുമല്ലോ. നിന്റെ മയ്യത്ത് കൊണ്ടടക്കി നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നിന്റെ പ്രിയപ്പെട്ട വാപ്പ മടങ്ങിപ്പോവുകയാണ്, നിന്റെ പ്രിയപ്പെട്ട മക്കൾ മടങ്ങിപ്പോവുകയാണ്, നിന്റെ പ്രിയപ്പെട്ട നിന്റെ തോളത്ത് കൈയിട്ട് കൊണ്ട് നിന്റെ കൂടെ സഞ്ചരിച്ച് നിന്റെ കൂടെ പൊട്ടിച്ചിരിച്ച നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് എല്ലാവരും മടങ്ങിപ്പോവുകയാണ്. പള്ളിപ്പറമ്പിൽ നിന്ന് എല്ലാവരും പോവുകയാണ്. പിന്നെ അവിടെ ആരുമില്ല ചെറുപ്പക്കാരാ, പിന്നെ അവിടെ ആരുമില്ല പ്രിയപ്പെട്ടവരെ. പിന്നെ നീ ഖബറിന്റെ അകത്ത് ഒറ്റയ്ക്കാണടാ, പിന്നെ നീ ഖബറിന്റെ അകത്ത് ഒറ്റയ്ക്കാണടാ. അവിടെ ഒരു മിന്നാമിന്നിന്റെ വെട്ടമില്ല, അവിടെ ഒരു കിളിയുടെ മൂളലില്ല, അവിടെ ഒരു വെളിച്ചമില്ല പ്രിയപ്പെട്ടവരെ. കുറ്റാങ്കുരുട്ടാകുന്ന ഖബറിന്റെ ഉള്ളറയിൽ നീ ഒറ്റയ്ക്കാണ്, അവിടെ നിനക്കാരുമില്ല. അവിടെ മലക്കുകൾ വരുമല്ലോ, ആ ഖബറിന്റെ അകത്ത് മാലാഖമാര് വരുമല്ലോ, അവര് നിന്നെ വിചാരണ നടത്തുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബത്തേ, വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച ദിവസമോ മരണപ്പെട്ടു പോയി അവൻ്റെ മയ്യത്ത് കൊണ്ട് ഖബറിൻ്റെ അകത്ത് കൊണ്ടുവച്ചാൽ അല്ലാഹുവിൻ്റെ മാലാഖമാര് വന്നിട്ട് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ മറുപടി അല്ലാഹു അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കരമുയർത്തിയിട്ട് പടച്ചവനോട് ചോദിക്കണം, പെങ്ങളെ, അല്ലാഹുവേ, നല്ല രാവിലെ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ, വെള്ളിയാഴ്ച ദിവസം ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് കലിമ പറഞ്ഞു മരിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം രണ്ടാമത് മുസ്ലിമായ വ്യക്തിയാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഒരുപാട് സമ്പത്തുള്ള സഹാബിയാണ്, ഒരുപാട് ദീനിന് വേണ്ടി തൻ്റെ സമ്പത്ത് മുഴുവനും ചെലവഴിച്ച സഹാബിയാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് എന്തിനെ ഓർത്തിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ? ആരംഭ റസൂൽ മദീനയുടെ മസ്ജിദുൻ നബവിയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് ഖബറിന്റെ അത്യത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സഹാബത്തിന്റെ ഇടയിലിരുന്നു കൊണ്ട് ഒരു സഹാബി കരയുമായിരുന്നു, ഒരു സഹാബി തേങ്ങുമായിരുന്നു, ഒരു സഹാബി പൊട്ടി
പൊട്ടിക്കരയുമായിരുന്നു പ്രിയപ്പെട്ടവരെ. ആ സ്വഹാബിയാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. കൂട്ടുകാർ ചോദിക്കുന്നു, ഉസ്മാനെ എന്തിനാണ് കരയുന്നത്? ഉസ്മാനെ എന്തിനാണ് കരയുന്നത്? ഉസ്മാനെ. ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബ, എനിക്ക് പേടിയാണ് സ്വഹാബ, എനിക്ക് പേടിയാണ് സ്വഹാബ. അല്ലാഹുവിൻ്റെ ബർസഖാകുന്ന ഖബർ എനിക്ക് പേടിയാണ്. അവിടെ ആരുമില്ലല്ലോ, അവിടെ ഒറ്റയ്ക്കല്ലേ, അവിടെ ഞെങ്ങി കിടക്കുകയല്ലേ, അവിടെ ഒരു മിന്നാമിന്നിന്റെ വെട്ടമില്ലല്ലോ, ഒരു കിളിയുടെ മൂളൽ പോലും ഇല്ലാത്ത ഖബർ. ആ ഖബർ എനിക്ക് പേടിയാണെന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ കാരണം എന്തേ? ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, മാ റഅയ്തു മല്ലറങ്കത്തു ഇല്ലാ അൽ ഖബറു അഫ്ളഉ മിൻഹു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയിൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ കാഴ്ചയെന്ന് പറയുന്നത് അത് ഖബറിന്റെ കാഴ്ചയാണെന്ന് ഇന്ന് വരെ കളവ് പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്. വെറുതെ പറഞ്ഞതല്ല ചെറുപ്പക്കാരാ, ആരംഭ റസൂൽ വെറുതെ പറഞ്ഞതല്ല. എത്ര മയ്യത്തിനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് എത്ര മയ്യത്തിനെയാണ് ഖബറിന്റെ അകത്ത് കൊണ്ടുവച്ചത്. എത്രയോ ആളുകളെ മയ്യത്ത് ചുമന്നുകൊണ്ടാണ് നമ്മളെ ഖബറിന്റെ അകത്ത് കൊണ്ടുവച്ചത്. പിന്നീട് നടക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ച് നമുക്ക് ഗ്രാഹ്യമില്ല. പിന്നീട് നടക്കുന്ന അത്യത്ഭുതങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മുടെ കണ്ടുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല. കണ്ട മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട കാഴ്ചയിൽ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ കാഴ്ച ഖബറിന്റെ കാഴ്ചയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ആരാണോ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുന്നത്, ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുന്നത്, ഖബറിന്റെ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടുന്നത്, അവന്റെ പിന്നീടുള്ള ജീവിതം മുഴുവനും സന്തോഷമാണ്. പിന്നീടുള്ള അവന്റെ പരലോക ജീവിതം സന്തോഷമാണ്. എന്നാൽ ആരാണോ ആ ഖബറിന്റെ അത്ഭുതങ്ങളിൽ നിന്ന് പരാജയപ്പെട്ടു പോകുന്നത്, കത്തിയാളുന്ന നരകം അവന് നിർബന്ധമാണ്. അതുകൊണ്ട് സൂക്ഷിക്കണേ പ്രിയപ്പെട്ടവരെ. അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ, വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച ദിവസമോ ആരെങ്കിലും മരണപ്പെട്ടു പോയവന്റെ മയ്യത്ത് കൊണ്ട് ഖബറിന്റെ അകത്ത് വെക്കുകയാണ്. അള്ളാന്റെ റസൂല് പറയുകയാണ്, യുക്തബു ലഹു അജ്റു ഷഹീദ്. അല്ലാഹു അവന് ഷഹീദിന്റെ പദവി കൊടുക്കുന്നതാണ്, ഷഹീദിന്റെ സ്ഥാനം കൊടുക്കുന്നതാണ്, ഷഹീദിന്റെ പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നതാണ്. മാത്രമല്ല ആരംഭ റസൂല് പറഞ്ഞു, വയഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവനെ കൊണ്ടുവരുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വഅലൈഹി തൗബിഉ ശുഹദാ, ശുഹദാക്കളുടെ സീല് അല്ലാഹു അവന്റെ മുഖത്ത് വയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ പടച്ചവനെ, വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച ദിവസമോ ഞങ്ങൾക്ക് മരിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്.